ആത്മഹത്യയാണോ കൊലപാതകമാണോ വലുത് എന്ന് ചോദിക്കുന്ന പോലാണ് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ വലുത് എന്ന് ചോദിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കുറേ നാളുകൊണ്ടുള്ള സംശയമാണ്. മേ ബി എന്നെ പോലുള്ള എല്ലാ യൂസിൻ്റെയും മനസ്സിൽ കാണുമായിരിക്കും ഒരു സംശയം. പ്രേമിക്കുന്നത് തെറ്റാണോ? റോഹിൻ്റെ ചോദ്യം ഒട്ടും അത്ഭുതമല്ല. കാരണം യുവാക്കളുടെ ഇടയിൽ സ്ഥിരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഒരു പക്ഷേ യൂത്ത് ക്യാമ്പുകളിലൊക്കെ ഏറ്റവും അധികം ഞാൻ അഭിമുഖീകരിച്ച ചോദ്യങ്ങളിലൊന്നാണ് പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ എന്നുള്ളത്. ടെക്നോളജികൾ മാറുന്നുണ്ടെങ്കിലും മലയാളം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ സംശയം മാറുന്നില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്ഭുതം. ഒരിക്കൽ ഞാനും മറ്റൊരു വ്യക്തിയും ഞങ്ങൾ ചേർന്ന് ഒരു യൂത്ത് സമ്മിറ്റ് അതിനെ സംസാരിക്കുക. എൻ്റെ റോള് ഒരു അരമണിക്കൂർ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റോള് അതിനുശേഷം ഉണ്ടാകുന്ന ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നടക്കുന്ന നോർത്ത് ഇന്ത്യയിലാണ്. ഒരു മിടുക്കനായ ഒരു വ്യക്തി, അവന് അന്ന് ചെയ്തൊരു കാര്യം എനിക്ക് രസകരമായ ഓർമ്മയുള്ളത്, ആരുടെയും പേരെഴുതണ്ട എന്നാണ് അവന് കൊടുത്ത അഡ്വൈസ്. പക്ഷെ അവൻ മറ്റൊരാളുടെ പേരെഴുതി വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്തത്, ഒരു ചോദ്യം ചോദിച്ചത്. എൻ്റെ പേര് ഇന്നതാണ് എന്നും പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷെ അവൻ്റെ പേരതല്ലായിരുന്നു. അതിൻ്റെ അവസാനം ഞാൻ ചോദിച്ചിരിക്കുന്നത്, ഇതുപോലെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ, ഞാൻ എൻ്റെ ചർച്ചിലെ ഇന്ന ആളുമായിട്ട് പ്രേമത്തിലാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിങ്ങനെയാണ്: മോനെ, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് KK ആണെങ്കിലും ലോക്കൽ ട്രെയിൻ ആയാലും എക്സ്പ്രസ് ട്രെയിൻ ആയാലും പ്രത്യേകിച്ചൊന്നുമില്ല, ഇതെല്ലാം ഒരുപോലെ ഉള്ളൂ. 2, ആത്മഹത്യയാണോ കൊലപാതകമാണോ വലുത് എന്ന് ചോദിക്കുന്ന പോലാണ് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ വലുത് എന്ന് ചോദിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം രസകരമായിട്ട് അതങ്ങനെ കൈകാര്യം ചെയ്തെങ്കിലും അതിനുശേഷം കുറച്ച് ആത്മീയ അർത്ഥങ്ങൾ പറഞ്ഞു. ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം ഞാൻ ആ ജോർജാനെ മനസ്സിൽ ഓർമ്മ വരും. ക്രൈസ്തലാണ്. റോഹിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. റോഹിനെ നമ്മൾ പഴയ നിയമത്തിൽ പഠിച്ചാൽ, പഴയ നിയമത്തിൽ ആക്റ്റാണ് പാപം. പഴയ നിയമത്തിൽ ആക്റ്റാണ് പാപം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുമായി തൻ്റെ ലീഗൽ സ്പേസിന് പുറത്തുള്ളൊരു വ്യക്തിയുമായി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് അവൻ വ്യഭിചാരിയാകുന്നത്. 2, ഒരു വ്യക്തിയെ കൊലപാതകം ചെയ്തതിന് ശേഷമാണ് അവൻ കൊലപാതകയാകുന്നത്. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ അത് അല്പം കൂടെ റീസ്ട്രക്ചേർഡായി കുറച്ചുകൂടെ അത് ആഴത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയുന്നതാണ് ശരി. വ്യഭിചാരത്തിൻ്റെ ആക്ട് ചെയ്യണമെന്നില്ല, പകരം മോഹം ജനിപ്പിച്ച് മോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. അതാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ. 2, സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ കൊലപാതകനാണ്. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിൽ ആക്ട് പുറത്ത് വന്നു കഴിയുമ്പോഴേ പാപമാകുന്നുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ വികാരത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ എന്തായിട്ട് മാറുക? പാപമായിട്ട് പറയുക. ഈ ആക്റ്റിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ മേഖലയെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാരണം മോഹം ഗർഭം ധരിച്ച് പാപത്തെ എന്ത് ചെയ്യുന്നു? പ്രസവിക്കും. അതുകൊണ്ട് ക്രൈസ്തവ തത്വം എന്ന് പറയുന്നത് മോഹത്തെ തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോഹത്തെ തന്നെ എന്നാൽ അതിൻ്റെ ആ ഇനിഷ്യൽ സ്റ്റേജ്, ഫ്രം ദ റൂട്ട്, ഡീറൂട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ പിഴുതെറിയുക എന്നുള്ളതാണ് ക്രൈസ്തവ തത്വം. വിവാഹം എന്ന് പറയുന്നത് റോഹിൻ ഇത് ചോദിച്ചെങ്കിലും യൗവനക്കാരുടെ ഒരു കൂട്ടത്തിൻ്റെ പ്രധാന ചോദ്യമാണല്ലോ അത്. വിവാഹം എന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് സത്യാവസ്ഥ. വിവാഹം എന്നത് ദൈവത്താൽ ആക്കപ്പെട്ട ഒരു സിസ്റ്റമാണെന്നും ആ സിസ്റ്റത്തിനകത്ത് ദൈവം ഓരോരുത്തർക്കും കണ്ടിരിക്കുന്ന തക്ക തുണയിലേക്ക് എത്തുക എന്നുള്ളതുമാണ് സത്യം. ദൈവം കരുതിയിരിക്കുന്ന തക്ക തുണ
നമ്മുടെ ജീവിതത്തിൽ വരിക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന വിഷയം. അത് റോഹിൻ അറേഞ്ച് ചെയ്യുന്നതാണോ കുടുംബം അറേഞ്ച് ചെയ്തതാണോ എന്നുള്ളതിനല്ല പ്രാധാന്യം. ഞാൻ ഒന്നുകൂടെ പറയാം. റോഹിൻ അറേഞ്ച് ചെയ്യുന്നത് ദൈവഹിതപ്രകാരമുള്ള ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നതാണ് എങ്കിൽ അതിനപ്പുറം ഏതെല്ലാം സെലക്ഷൻ കുടുംബം എടുത്താലും അത് സക്സസ് ആകത്തില്ല, നല്ലതാകില്ല. സക്സസ് എന്നുള്ള വാക്ക് ഞാൻ തിരിച്ചെടുക്കുന്നു. അതിൻ്റെ അകത്ത് ദൈവികത ഉണ്ടാകില്ല. 2, റോഹിൻ തിരഞ്ഞെടുക്കുന്ന ഒന്ന് ദൈവഹിതമല്ലാതിരിക്കുകയും റോഹിൻ്റെ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന ദൈവഹിതമാകുകയും ചെയ്യുന്നിടത്ത് റോഹിൻ്റെ സെലക്ഷൻ തെറ്റും. ഞാൻ അതിനെ മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം. റോഹിൻ തിരഞ്ഞെടുത്താലും അപ്പനും അമ്മയും തിരഞ്ഞെടുത്താലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളിടത്താണ് കാതലായ കാര്യം. പിന്നെ മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് എത്രത്തോളം അനുഗ്രഹമാകുന്നു എന്ന് പറഞ്ഞാൽ, നാം പുതുതായി കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു റോളിൽ ഫ്രഷേഴ്സിന് ഏറ്റവും മുൻഗണനയുള്ള ഒരു പൊസിഷനാണ് കുടുംബസ്ഥനാകുക എന്നുള്ളത്. എന്നാൽ പ്രീ എക്സ്പീരിയൻസ് ഇല്ലാതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ വർഷങ്ങൾ പ്രീ എക്സ്പീരിയൻസ് ഉള്ള അപ്പനും അമ്മയും കുറേയൊക്കെ നിങ്ങൾ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ ഐക്യതകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ റിവ്യൂ ചെക്ക് ചെയ്യാറില്ലേ? ഇന്നത്തെ ഒരു രീതി, ഒരു ഹോട്ടലിൽ കയറണമെങ്കിൽ റേറ്റിംഗ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ കയറുന്നത്. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ സെലക്ഷനും, ഒരു ബിൽഡറിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലേ, ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാം റിവ്യൂ, ഉപയോഗിച്ചവരുടെ എക്സ്പീരിയൻസ് അല്ലേ. പക്ഷെ നമ്മൾ മറ്റാരെയും അറിയിക്കാതെ രഹസ്യമായി എടുക്കുന്ന തീരുമാനമാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. സത്യമല്ലേ? ആരെയും അറിയിക്കാതെ രഹസ്യമായി എടുക്കുന്ന തീരുമാനമാണ് എന്ത്, പ്രേമം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ആരെയും അറിയിക്കാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒട്ടുമുക്കാൽ ശതമാനവും തെറ്റാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് സോഷ്യൽ മീഡിയ കാണുന്ന പലർക്കും ഒരു പക്ഷേ ഒരു ചോദ്യം റൈസ് ചെയ്യാം. കുടുംബവും എല്ലാവരും ഒരുമിച്ച്, ഈവൻ ഒരു വാക്കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞ പാസ്റ്റേഴ്സും കൂടെ ചേർന്ന് തീരുമാനം എടുത്തിട്ടും പലതും ബ്രേക്ക് ആകുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാം. ലോകത്തിലുള്ള എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം ദൈവിക തീരുമാനം ആകണമെന്നില്ല. 1. 2, ദൈവിക തീരുമാനത്തിനകത്തും പ്രതിസന്ധികൾ വരും. പക്ഷേ ആ പ്രതിസന്ധികളെ ദൈവിക സന്നിധിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വിജയം കിടക്കുന്നത്. ഞാൻ ഒറ്റ വാക്കിൽ റോഹിനോട് ഇങ്ങനൊരു കാര്യം പറയാം. റോഹിനെ പ്രേമം എന്ന ആ ഒരു വികാരം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടൊരു സ്നേഹം എന്ന വികാരത്തിൻ്റെ വകഭേദമാണ്. എന്നാൽ ആ സ്നേഹത്തെ, ഞാൻ പ്രേമം എന്നുള്ളതൊന്നും മാറ്റി സ്നേഹത്തെ പറയാം. ഒരുവൻ ദൈവത്തെക്കാൾ അധികം തൻ്റെ അപ്പനെയും അമ്മയും സ്നേഹിച്ചാൽ പോലും തിരുവചനം കാണിക്കുന്നത് പാപമായിട്ടാണ് എന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതും ദൈവത്തിനാണ്. സോ ദൈവത്തെക്കാൾ അധികം പ്രയോറിറ്റി മറ്റൊരാൾക്ക് കൊടുത്താൽ അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹം പോലും പാപമാകാമെങ്കിൽ പ്രേമത്തിന് പാപമാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. റൊമാൻറ്റിക് ലൈഫിനകത്തേക്ക് പോകുന്ന യൗവനക്കാർക്കറിയാം, മണിക്കൂറുകളും ദിവസങ്ങളും സംസാരിച്ചാലും തീരാത്തതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് എന്താ, ഈ ടോപ്പിക് എവിടേക്കാണ് പോകുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചെയ്താൽ മതി, ആ ഭാഗം ഒന്ന് സൂക്ഷിച്ചാൽ മതി. എവിടെങ്കിലുമൊക്കെ നിങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ മൂന്നാമനായി യേശുക്രിസ്തുവിന് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ എടുക്കുന്ന തീരുമാനം മൂന്നാമനായി യേശുക്രിസ്തുവിന് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന തീരുമാനമാണോ നിങ്ങൾ എടുക്കുന്നത്? അവിടെയാണ് വിഷയം. പ്രേമത്തിലല്ല പ്രശ്നം, ബന്ധത്തിലല്ല പ്രശ്നം. നിങ്ങളുടെ ബന്ധം ദൈവികതയ്ക്കകത്തുള്ളതാണോ എന്നുള്ളതാണ് അതിൻ്റെ കാന്തലായ കാര്യം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിടത്തും യേശുക്രിസ്തുവിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറം മറ്റൊരു ബന്ധം നമുക്കുണ്ടാകാതിരിക്കട്ടെ. 2, മാതാപിതാക്കൾ എന്തുകൊണ്ട് പ്രേമത്തെ എതിർക്കുന്നു എന്നറിയാമോ? അവർ കണ്ടിട്ടുള്ള പലയിടത്തും പ്രേമം വഴിതെറ്റി മറ്റു പലതിലേക്കും തിരിയുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അതുണ്ടാകാതിരിക്കാനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മാതാപിതാക്കൾ വേണ്ടെന്ന് വെക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ജീവിതത്തിലെ പ്രധാന സെലക്ഷനാണ്
കുടുംബജീവിതം എന്ന് പറയുന്നത്. ആ സെലക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക, ദൈവത്തിൻ്റെ സെലക്ഷനിലേക്ക് കാത്തിരിക്കുക. അവിടെ നിങ്ങൾക്കൊരു ജയമുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആസ്ക് യുവർ പാസ്റ്ററിൻ്റെ ഈ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ചോദ്യവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഒത്തിരി പേര് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ശുശ്രൂഷ സംബന്ധമായ തിരക്കുള്ളത് കൊണ്ട് പലപ്പോഴും അതിന് സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല. ഈ ചോദ്യം നിങ്ങളിൽ പലർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഗോഡ് ബ്ലെസ് യു. ലാറ്റ്സൺ വർഗീസ്.